ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കർ സ്റ്റൂ ആണ്. കുക്കർ സ്റ്റൂ അല്ലേ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല, എളുപ്പപ്പണി അങ്ങനെ തന്നെ പറയാം. അപ്പം കയ്യിലുള്ള വെജിറ്റബിൾസ് എടുക്കുക. മെയിനായിട്ട് നമ്മുടെ കിഴങ്ങ്, പൊട്ടറ്റോ എന്തായാലും വേണം. പൊട്ടറ്റോ വെച്ച് മാത്രം നമ്മൾ സ്റ്റൂ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പം ഞാൻ എടുത്ത വെജിറ്റബിൾസ് ഇതൊക്കെയാണ്. ഇതെല്ലാം ഈ സൈസിൽ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ കട്ടിങ് ചോപ്പിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുക്കറിലും കൂടെ ചെയ്യുന്നതുകൊണ്ട് വെരി ഈസി ആയിട്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കണം. അപ്പം ഇതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. തേങ്ങാപ്പാൽ, ഒന്നാം പാൽ മസ്റ്റാണ്. പിന്നെ രണ്ടാം പാൽ നമ്മളതൊന്ന് വേവിക്കാൻ വേണ്ടി രണ്ടാം പാലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ 5 സ്പൈസസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ ഐറ്റം നമ്മുടെ കുക്കറാണ്. കാരണം നമ്മൾ കുക്കറിലാണ് പാകം ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്നിവിടെ നെയ്യ് ഒഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എടുത്ത് വെച്ചതിൽ കുറച്ച് കാണിക്കാത്ത ഐറ്റംസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. അപ്പം ഏകദേശം 2 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 2 സ്പൂൺ നമ്മൾ സാധാ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നമ്മൾ സാധാ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം. എല്ലാ സ്പൈസസും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ സ്പൈസസ് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് മോന്ത മാറ്റിക്കോളണം കേട്ടോ, അല്ലെങ്കിൽ മുഖത്തേക്ക് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ജിഞ്ചറാണ്. അതിൻ്റെയൊക്കെ ഒരു ചെറുതായിട്ട് പച്ചമണം മാറിയാൽ മതി. മൊത്തം വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചമുളക് മാറിയാൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ പച്ചമുളക്, ഇപ്പോൾ ഈ പച്ചമുളക് ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാര്യം എനിക്ക് ഇത്തിരി എരിവൊക്കെ ഇഷ്ടമാണ്. കാരണം സ്റ്റൂ അറിയാലോ, എരിവില്ലാത്തൊരു എന്താ പറയുക ഒരു വിഭവമാണ്. പക്ഷേ നമുക്ക് ഇച്ചിരി എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് ഈ പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഇതും ഇതുപോലെ ഭയങ്കരമായിട്ട് ഭയങ്കര ഇതായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇതാണ്, ഞാൻ ഒരു ഐറ്റം പറഞ്ഞത് ഞാൻ കാണിച്ചു തരാണ്ടിരുന്നത്. അതായത് ക്യാഷു കിസ്മിസും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. കാര്യം നമുക്കിത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്യാഷ്യോ കിസ്മിസൊക്കെ കിട്ടണത് ഒരു രസമാണ്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ചേർക്കുക. അതാണ് പിന്നെ 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 ടപടപടപടേന്ന് പറഞ്ഞിട്ട് നമ്മുടെ പണിയൊക്കെ കഴിയും. അപ്പം നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കാം. വെജിറ്റബിൾസ് ചേർക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അതാണ് ഇതിന് ക്രീമി ടെക്സ്ചർ കിട്ടുന്നത്. ഇത് എത്ര പേര് ട്രൈ ചെയ്യുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എന്താ പറയുക, പല പ്രാവശ്യം ഇത് ട്രൈ ചെയ്തപ്പോൾ ഇങ്ങനെ പയറ്റി തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ ഞാൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് എനിക്ക് എന്നോട് തന്നെ പ്രൗഡ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസും ജസ്റ്റ് ഒരു 5 മിനിറ്റ് സോട്ട് ചെയ്താൽ മതി. ഈ പാകത്തിൽ നമുക്ക് ഉപ്പ്, ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കാം. ഉപ്പ് ഇത് കഴിഞ്ഞ് നമ്മൾ കുക്കർ ഒരു വിസിലൊക്കെ കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം. ആ സമയത്തും നമുക്ക് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ വേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു. ഇനി പെട്ടെന്ന് ടപടപേന്ന് തീരും. ഇതാണ് ഐറ്റം. ഇത് 1 സ്പൂൺ മൈദ ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കട്ടയൊന്നും കെട്ടത്തില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു ചെറിയൊരു പച്ചപ്പ് പോകും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് രണ്ടാം പാലാണ്. അപ്പോൾ എടുത്ത് വെച്ച് രണ്ടാം പാൽ ചേർക്കുക. ഈ രണ്ടാം പാൽ ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഇതിങ്ങനെ മുങ്ങിക്കിടക്കണം. എന്നുവെച്ചാൽ അതിൻ്റെ മേലെ പോകരുത്, താഴെയും പോകരുത്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി വിടുക. വേറൊന്നുമില്ല, അടച്ചു വയ്ക്കുക. ഒരു 2 വിസിലിൽ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സ്റ്റൂ റെഡിയാവും. പിന്നെ നമ്മൾ ചേർക്കാത്തൊരു കാര്യം കൂടിയുണ്ട്, അത് ലാസ്റ്റ് ചേർക്കുക. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് 2 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ വിസിലൊക്കെ വന്നു കഴിഞ്ഞ് സൂക്ഷിക്കണം. വിസിലൊക്കെ വന്ന് അപ്പം തന്നെ തുറന്ന് അയ്യോ അങ്ങനെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. ഞാനൊന്നും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞപ്പം ഈ ഒരു പരുവത്തിലിരിക്കണം. നല്ല വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അടുത്ത് എന്താ ചെയ്യണം, നമ്മളുടെ സ്റ്റൂ ആക്കുന്ന തേങ്ങാപ്പാൽ, നല്ല കുറാന്നിരിക്കുന്ന നല്ല തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അറിയാം എല്ലാവർക്കും, അധികം വേവിക്കേണ്ട തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളവന്നാൽ നമുക്ക് ഇറക്കാവുന്നേ ഉള്ളൂ. ഞാനപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ആ സമയത്ത് നല്ല ഒരു സ്മെല്ലുണ്ടായിരുന്നു. എനിക്ക് വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ അത്യാവശ്യം ചെറുതായിട്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പം ഞാനിവിടെ
അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പം നല്ല ചൂടപ്പം സ്റ്റൂ കറി. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഭയങ്കര ഈസി ആയിട്ടുള്ള ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കുക, എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റൂ ആണ്. അപ്പത്തിൻ്റെയോ ബ്രെഡിൻ്റെയോ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ഞാൻ പറയത്തില്ല, വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ബൈ.